സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വവുമായുള്ള ആശയക്കുഴപ്പത്തിനിടെ എറണാകുളം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. എറണാകുളം, തൃക്കാക്കര, ആലുവ എന്നിവിടങ്ങളിൽ ഇടത് സ്വതന്ത്രരെ പരീക്ഷിക്കാനാണ് ആലോചന. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഇപ്പോഴും 2 തട്ടിലാണ്. എറണാകുളം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാനാണ് CPM തീരുമാനം. ബാലികേറാമലയായ എറണാകുളത്ത് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന KV തോമസിനെ മത്സരിപ്പിക്കാനാണ് നീക്കം. കഴിഞ്ഞ തവണ മത്സരിച്ച ഷാജി ജോർജ് പ്രണതയുടെ പേരും പരിഗണനയിലുണ്ട്. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ ജോ ജോസഫിന്റെ പേരും മറ്റൊരു വ്യവസായിയുടെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. ആലുവയിൽ സ്വതന്ത്രനായി AK നസീറിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തൃക്കാക്കരയിൽ മത്സര രംഗത്തേക്ക് ആദ്യം കേട്ട പേരുകളായ മുൻ MLA സ്വരാജിന്റെയും കൊച്ചി മുൻ മേയർ M അനിൽകുമാറിന്റെ പേരും നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലില്ല. വൈപ്പിൻ സിറ്റിംഗ് MLA KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. എന്നാൽ ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിൽ നിന്നും മത്സരിപ്പിക്കുന്നതിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനും പ്രാദേശിക ഘടകങ്ങൾക്കും വലിയ എതിർപ്പാണുള്ളത്. മുൻ മേയർ അനിൽകുമാറിനെ തൃപ്പൂണിത്തുറയിൽ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വിവാദത്തിൽപ്പെട്ട സിറ്റിംഗ് MLA KN ഉണ്ണികൃഷ്ണൻ വൈപ്പിനിൽ മത്സരിക്കുന്നതിൽ CPM പ്രാദേശിക നേതൃത്വവും എതിർപ്പറിയിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നതിനെ തൃപ്പൂണിത്തുറയിലെ പ്രാദേശിക നേതൃത്വവും എതിർത്തു. എന്നാൽ KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിൽ നിന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MB ഷൈനിയെ വൈപ്പിനിൽ നിന്നും മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എതിർപ്പുയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും 2 തട്ടിലായതോടെ തൃപ്പൂണിത്തുറയിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനം, കൊച്ചി.